കേരളത്തിലേക്ക് വൻതോതിൽ MDMA കടത്തുന്നതിന്റെ പ്രധാന കണ്ണിയായ ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസൺ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ കേരള പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 24-ാം തീയതി മുത്തങ്ങയിൽ 94 ഗ്രാം MDMA പിടിച്ചിരുന്നു. ഈ കേസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രിൻസിലേക്ക് എത്തിയത്. ദീപക് മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, ഉറവിടത്തിലേക്ക് എത്തിയാണ് പ്രിൻസിലേക്ക് എത്താൻ സാധിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ഇയാളുടെ ഒരു ഓപ്പറേഷന്റെ രീതി? അരുൺകുമാർ, കർണാടക ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് MDMA പോലെയുള്ള രാസലഹരികൾ മൊത്തമായി വിതരണം ചെയ്യുന്ന ബാംഗ്ലൂരിലെ വിൽപ്പനക്കാരനായ വിദേശ പൗരനെയാണ് കേരള പോലീസ് ബംഗളൂരുവിലെത്തി പിടികൂടിയത്. ടാൻസാനിയൻ സ്വദേശിയായ പ്രിൻസ് സാംസൺ എന്ന 25 വയസ്സുകാരനെയാണ് കേരള പോലീസ് ഡാൻസാഫിൻ്റെ D-ഹണ്ട് ഓപ്പറേഷൻ നേതൃത്വത്തിലുള്ള സംഘം ബാംഗ്ലൂരുവിലെത്തി ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ 24-ാം തീയതി ബത്തേരി മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ 94 ഗ്രാം MDMAയുമായി മലപ്പുറം സ്വദേശിയായ ഷെഫീഖ് എന്ന യുവാവ് പിടിയിലായിരുന്നു. ഈ യുവാവിന് ലഭിച്ച ലഹരി മരുന്നിൻ്റെ ഉറവിടം തേടി കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ടാൻസാനിയൻ സ്വദേശിയായ പ്രിൻസ് സാംസൺ മൊത്തമായി MDMA നിർമ്മിച്ച് കേരളത്തിലേക്കുള്ള യുവാക്കൾക്ക് ഹോൾസെയിലായി വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഡാൻസാഫും ഒപ്പം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമുമാണ് ഈ മേഖലയിൽ ബാംഗ്ലൂരുവിലെത്തി പ്രതിയെ പിടികൂടിയത്. നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള യുവാക്കൾക്ക് ഇത്തരത്തിൽ ലഹരി മരുന്ന് മൊത്തമായി വിതരണം ചെയ്യുന്ന ആളാണ് ഇയാളെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. മാത്രമല്ല, വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതികളിലേക്ക് ഈ കേസ് എത്തും എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരം. ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസാഫ് ടീമും ഒപ്പം ഓപ്പറേഷൻ D-ഹണ്ടിന്റെ ഭാഗമായുള്ള പോലീസ് അംഗങ്ങളുമാണ് ഈ ഓപ്പറേഷനിൽ പങ്കാളികളായത്. ഏതായാലും അന്യസംസ്ഥാനമായ കർണാടക ബാംഗ്ലൂരിൽ നിന്നാണ് കേരളത്തിലേക്ക് ഈ ലഹരിയുടെ ഒഴുക്ക് നിർബാധം തുടരുന്നത്. ആ ഒഴുക്ക് തടയാനായി കേരള പോലീസ് എടുത്ത വലിയ ഒരു ഓപ്പറേഷൻ ആണ് ഇത്. തീർച്ചയായിട്ടും. മാത്രമല്ല, ഇത് രണ്ടാമത്തെ തവണയാണ് ദീപക്. താങ്ക് യു ദീപക്.